TK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലെ വേൾഡ് ജോഗ്രഫിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ വീണ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമുക്കിന്ന് ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്, അറ്റ്മോസ്ഫിയർ, അതുപോലെ ലാൻഡ് ഫോംസ്, ഈ മൂന്നെണ്ണത്തിൽ നിന്നുള്ള 2020 ചോദിച്ചിട്ടുള്ള 9 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഈ 3 ടോപ്പിക്സിൽ 2020 എല്ലാം, അതായത് ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ടെക്നിക്കൽ എക്സാം ആണെങ്കിലും ഇതിൽ എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുള്ള, അതായത് വേൾഡ് ജോഗ്രഫിയിൽ ചോദിച്ചിട്ടുള്ള ഈ 3 ടോപ്പിക്സിൽ വന്നിട്ടുള്ള 9 ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡ്സിൽ തന്നെ എ പ്രൈം മെറിഡിയൻ, ബി ട്രോപ്പിക് ഓഫ് ക്യാൻസർ, സി ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ, ഡി ആർട്ടിക് സർക്കിൾ, ഇ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് മാച്ച് ചെയ്യാനായിട്ട് ലിസ്റ്റ് 2-ലും ഓരോന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആൻസർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ് വരുന്നത്. ആൻസർ ബി എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈം മെറിഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്സിനെയാണ്. നമുക്കറിയാം എർത്തിനെ നമ്മൾ ഒരു ഇമാജിനറി ലൈൻസ് വെച്ചിട്ട്, എർത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ലൈൻസ് ഒന്നും ഇല്ല, ഇമാജിനറി ലൈൻസ് വെച്ചിട്ടാണ് നമ്മളൊരു സാങ്കല്പികമായിട്ട് വരയ്ക്കുന്ന വരകളാണ് ഏതെന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും എന്ന് പറയുന്നത്. അക്ഷാംശ രേഖാംശ രേഖകൾ നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ്. ഈ അക്ഷാംശ രേഖാംശ രേഖകളിൽ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 0 ഡിഗ്രി രേഖാംശ രേഖ, അതാണ് ഏതെന്ന് പറയുന്നത്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ഏതാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത് 23.5 നോർത്ത് ലാറ്റിറ്റ്യൂഡ്. അപ്പം ലാറ്റിറ്റ്യൂഡ്സ് തന്നെ നമുക്ക് 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, 23.5 നോർത്തും സൗത്തും വരുന്നുണ്ട്, അതുപോലെ 66.5 നോർത്തും സൗത്തും വരുന്നുണ്ട്, 90 ഡിഗ്രി നോർത്തും സൗത്തും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ 23.5 നോർത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അതായത് നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് കൂടി കടന്നു പോകുന്ന, നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നുള്ളത്. എന്താണ് ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നത്? 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് നമ്മുടെ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അല്ലേ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പറഞ്ഞു, അതാണ് നമ്മുടെ പ്രൈം മെറിഡിയൻ നമ്മൾ ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. അത് 66.5 നോർത്ത് വരുന്നത്. ഇതിൻ്റെ സെയിം തന്നെ നമ്മൾ സൗത്തിൽ വരുമ്പോൾ 66.5 സൗത്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? ഏതാന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളും 66.5 സൗത്ത് എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? അന്റാർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ഏതാണ്? 23.5 സൗത്ത് ആണ്. അപ്പോൾ 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണെങ്കിൽ 23.5 നോർത്ത് ഏതാണ് വരുന്നത്? അത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്, ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നോക്കി. അപ്പോൾ നമുക്കിതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. മാച്ച് ചെയ്ത് നോക്കുമ്പോൾ പ്രൈം മെറിഡിയൻ ഏതാണ്? പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ്. പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണെങ്കിൽ 23.5 ഏതാ വരുന്നത്? 23.5 ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 നോർത്താണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണെങ്കിൽ ഇത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് അല്ലേ, 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഏതെന്ന് പറയുന്നത്? ഐഡിയൽ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത്. ആർട്ടിക് സർക്കിൾ ആണെങ്കിൽ ഏതിലാണ് വരുന്നത്? ആർട്ടിക് സർക്കിൾ ആണെങ്കിൽ 66.5 നോർത്ത് ആണ്, 66.5 നോർത്ത്. ഇതിൽ അന്റാർട്ടിക് ആകുമ്പോഴോ 66.5 സൗത്ത് ആണ് വരുന്നത്. ഇനി ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ നമ്മുടെ ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന 23.5 നോർത്ത് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ 23.5 സൗത്ത് ആണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. അപ്പോൾ ആൻസർ ഏതാണ് വന്നിരിക്കുന്നത്? ആൻസർ ബി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ എല്ലാം കുറച്ചൊന്ന് നോക്കാമല്ലേ, എന്താണ് ലോഞ്ചിറ്റ്യൂഡ്സ്, എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ ചെറിയൊരു രീതിയിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട ലോഞ്ചിറ്റ്യൂഡ്സ് ഉണ്ട്, ഏതൊക്കെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഭൂമിയിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വരയൊന്നുമില്ല. നമുക്ക് പല കാര്യങ്ങൾക്കും അല്ലേ, ഇപ്പം നമുക്കൊരു എക്സാക്ട് പൊസിഷൻ നമുക്ക് ഭൂമിയിൽ എവിടെയാണെന്ന് കണ്ടെത്താൻ നമുക്ക് 2 ലൈൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ലൈൻസ് കൺവേർട്ട് ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ആ ഒരു എക്സാക്ട് പൊസിഷനൊക്കെ നമുക്ക് സ്ഥലം കണ്ടെത്താം. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ പറയുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിന് പറയുമ്പോൾ നമുക്ക് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും വെച്ച് നമുക്ക് എക്സാക്ട് പൊസിഷൻ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനെ ഒരു സാങ്കല്പിക വരകൾ അല്ലെങ്കിൽ സാങ്കല്പിക രേഖകൾ ഇങ്ങനെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതും ഒരു ഇമാജിനറി ലൈനാണ്. ഇറ്റ് ഈസ് വെർട്ടിക്കൽ ലൈൻസ് റണ്ണിങ് ഫ്രം ദ നോർത്ത് പോൾ ടു ദ സൗത്ത് പോൾ. നോർത്ത് ഇപ്പോൾ എർത്ത് ഇങ്ങനെയാണെങ്കിൽ നോർത്ത് പോള് ഇതാണ് നോർത്ത് പോള്, ഇതാണ് സൗത്ത് പോൾ. ഈ നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഇങ്ങനെ വെർട്ടിക്കൽ ലൈൻസ് നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ദേ മെഷർ ഡിസ്റ്റൻസ് ഈസ്റ്റ് ഓർ വെസ്റ്റ് ഓഫ് ദ പ്രൈം മെറിഡിയൻ. അപ്പോൾ പ്രൈം മെറിഡിയൻ ഏതാണെന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ്. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്, അത് നമുക്ക് ലാറ്റിറ്റ്യൂഡ്സിൽ നോക്കാം. 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെയാണ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തിരിഞ്ഞു പോകാൻ ഒരു ചാൻസ് വരുന്നത് ഇപ്പോൾ 0 ഡിഗ്രി പ്രൈം മെറിഡിയനും 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈനും ഉണ്ട്. അതായത് നമ്മുടെ ഈ ഗ്രീൻവിച്ച് മീൻ ടൈം, അതായത് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ പ്രൈം മെറിഡിയനെ വെച്ചിട്ടാണ്, അതായത് ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ വെച്ചിട്ടാണ്. പക്ഷേ നമ്മൾ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതായത് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡാണ്. അത് എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റിന് വേണ്ടിയിട്ട് അത് 180 ആണ്. അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് ഒരേ എൻ്റെ സമയം ശരിയല്ല എന്നൊക്കെ പറയില്ല, നമ്മുടെ സമയം എപ്പോഴും 0 നിൽക്കുകയാണെന്നൊക്കെ ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചിരുന്നാൽ ആ ഒരു ടൈം ലൈനിൽ കിട്ടും. അപ്പോൾ ഈ ടൈം കണ്ടെത്തുന്നത് നമ്മൾ എങ്ങനെയാണ്, 0 ലോഞ്ചിറ്റ്യൂഡിലാണ്. ഇതിലാണ് 0 ലോഞ്ചിറ്റ്യൂഡ്. അപ്പോൾ ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു ഇമാജിനറി ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് ആണ്. നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വരയ്ക്കുന്ന ഇമാജിനറി ആയിട്ടുള്ള വെർട്ടിക്കൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 180 ഡിഗ്രി. 180 ഡിഗ്രി എന്ന് പറയുന്നത് ഈസ്റ്റോ വെസ്റ്റോ ആവാം. അതാണ് നമ്മുടെ ലോഞ്ചിറ്റ്യൂഡ്സിലുള്ള. ഇനി ഇതിൽ തന്നെ നമുക്ക് ഓരോന്നിനെയും നോക്കാം. 0 ഡിഗ്രി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 0 ഡിഗ്രി അതായത് പ്രൈം മെറിഡിയൻ ആണ്. ഇതെന്ന് പറയുന്നത് ഗ്രീൻവിച്ച്, അതായത് ലണ്ടനിൽ ഗ്രീൻവിച്ചിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ എർത്തിനെ നമുക്ക് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും തിരിക്കാൻ പറ്റും. അതായത് എർത്ത് ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രൈം മെറിഡിയൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈസ്റ്റ് എന്നും ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും അതുപോലെ തന്നെ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നും രണ്ടായിട്ട് ഇതിനെ തരം തിരിച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതെന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, അതായത് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ബേസിസ്, അതായത് നമ്മുടെ ഗ്രീൻവിച്ച് മീൻ ടൈമിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മളെല്ലാം എന്താണ് സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് 0 ഡിഗ്രി ആണ്. ഇപ്പോൾ നമ്മുടേതായിട്ടുള്ള നമുക്ക് ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കറിയാലോ. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടൈം വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട് 5.5 മണിക്കൂർ അതിന് ഫ്രണ്ടിലാണ് നമ്മൾ, അതായത് ഗ്രീൻവിച്ചിൽ നിന്നും 5.5 മണിക്കൂർ നമ്മൾ കൂട്ടിയെടുക്കണം നമ്മുടെ ഇന്ത്യയുടെ സമയം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ബേസ് ആയിട്ട് എടുക്കുന്നത് ഏതിനെയാണ്, ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആയിട്ടുള്ള നമ്മുടെ പ്രൈം മെറിഡിയനെ തന്നെയാണ്. ഇനി ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്ന് പറയുന്നതാണ് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ എന്താണ് ഡേറ്റിൻ്റെ കാൽക്കുലേഷൻ വെച്ചിട്ടാണ്. ഇതൊരു സിക്സാഗ് ലൈനാണ്. അതായത് നമ്മുടെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് പോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല. ഇതെന്ന് പറയുന്നത് എന്താണ്, സിക്സാഗ് ആയിട്ടാണ് പോകുന്നത്. അതായത് നമ്മുടെ ഇപ്പോൾ ഡേറ്റ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും വ്യത്യാസപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഒരു എക്സാം നടത്തണമെങ്കിൽ തന്നെ എന്താണ് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യുക, അതായത് കൺട്രീസുകളെ അതിൽ നിന്നും അവോയ്ഡ് ചെയ്യാനായിട്ട് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്, സിക്സാഗ് ആയിട്ടാണ് ഇത് വരച്ചിരിക്കുന്നത്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ചേഞ്ച്, അതായത് ഡേറ്റ് ചേഞ്ച് മനസ്സിലാക്കാനാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നേ പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അതായത് ഇതിനെ നമ്മൾ ക്രോസ് ചെയ്ത്, അതായത് ഇതിപ്പോൾ ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ആണെന്ന് വിചാരിച്ചോളൂ. ഈ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്ത് നമ്മൾ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ദിവസം എന്ത് ചെയ്യും, നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പം ഞാനിവിടെ സാറ്റർഡേ ഞാൻ വെസ്റ്റിൽ നിൽക്കുന്ന ആൾ ഈ ഡേറ്റ് ലൈനിനെ ക്രോസ് ചെയ്ത് ഞാൻ ഇപ്പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ എപ്പോഴും ഫ്രൈഡേ ആവുന്നേ ഉള്ളൂ. അതായത് ഒരു ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു. പക്ഷെ ആ വ്യക്തിയുടെ ജീവിതത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഓൾറെഡി ആൾ ഇപ്പുറത്ത് എന്ത് ചെയ്യുന്നിട്ടുണ്ട്, ഫ്രൈഡേ ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അപ്പുറത്തോട്ട് ചിലപ്പോൾ വ്യക്തിയുടെ ജീവിതത്തിനെ സംബന്ധിച്ച് ഒരു ദിവസം കൂടി അധികം കിട്ടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ഡേ വെച്ച് നോക്കുവാണെങ്കിൽ എന്താണ്, ഒരു ദിവസം കുറവാണ് ഈ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്ത് എങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ. ഇനി അതേപോലെ വെസ്റ്റിലോട്ടാണ് ഇയാൾ ക്രോസ് ചെയ്ത് പോകുന്നതെങ്കിലോ, ഈ ഡേറ്റ് ലൈനെ ക്രോസ് ചെയ്ത് വെസ്റ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം കിട്ടുകയാണ് ചെയ്യുന്നത്, ഒരു ദിവസം അഡീഷണൽ ഫ്രണ്ടിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. ഇത് നമുക്ക് ഡേറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയത് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഏതാണ്, ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുന്നത് ലോഞ്ചിറ്റ്യൂഡ്സും ഇങ്ങനെ വരയ്ക്കുന്നത് ഏതാണ്, ലാറ്റിറ്റ്യൂഡ്സുമാണ്. ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും,
എന്താണ് പാരലൽസ് ആയിട്ടാണ് അല്ലേ, അത് തമ്മിൽ എന്താണ് കൂട്ടിമുട്ടുന്നില്ല, അത് തമ്മിൽ എന്ത് കൺവേർജ് ചെയ്യുന്നില്ല, പാരലൽസ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ പാരലൽസ് ഓഫ് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാറുണ്ട്. പക്ഷേ ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മുടെ എർത്തിൻ്റെ ഷേപ്പ് അതായത് പോളാർ റീജിയനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യുന്നുണ്ട്, കൺവേർജ്. അപ്പോൾ അതുകൊണ്ട് അവരെ പാരലൽ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റത്തില്ല. പക്ഷേ ലെങ്തിൻ്റെ അടിസ്ഥാനം നോക്കുകയാണെങ്കിൽ നമുക്ക് എർത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഏതാണ്, ഭൂമധ്യരേഖ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡാണ്. ഭൂമധ്യരേഖ ഇക്വേറ്റർ ആണ്, അത് നമുക്കറിയാം. അതിന് ഏറ്റവും നീളം കൂടുതലാണ്. പക്ഷേ ബാക്കി വരയ്ക്കുന്നതിനൊക്കെ എന്താണ് ആ ഒരു നീളക്കുറവ് വരുന്നുണ്ട്. അപ്പം നീളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എന്താണ് ഒരേപോലെയുള്ള നീളം എന്ന് ലാറ്റിറ്റ്യൂഡ്സ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലോഞ്ചിറ്റ്യൂഡ്സിനാണെങ്കിൽ ഒരേപോലെയുള്ള നീളമാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കി വെച്ചിരിക്കുക. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇമാജിനറി ലൈൻസ് തന്നെയാണ്. ലൈക്ക് ലോഞ്ചിറ്റ്യൂഡ്സിനെ പോലെ തന്നെ ഇമാജിനറി ലൈൻസ് ആണ് പാരലൽ ടു ഇക്വേറ്റർ. അതായത് ഇക്വേറ്ററിന് പാരലായിട്ട് 0 ഡിഗ്രി ഇക്വേറ്ററിന് പാരലായിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. അപ്പം ദേ മെഷർ ഡിസ്റ്റൻസ് നോർത്ത് ഓർ സൗത്ത് ഓഫ് ദി ഇക്വേറ്റർ. അതായത് ഇക്വേറ്ററിന് നോർത്തും സൗത്തും ആയിട്ടാണ് നമ്മൾ നോർത്തും അതുപോലെ സൗത്തും ആയിട്ടാണ് ഇക്വേറ്ററിന് നോർത്തും സൗത്തും ആയിട്ടാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് വരയ്ക്കുന്നത്. അപ്പോൾ 0-ൽ നിന്ന് തുടങ്ങി നമുക്ക് എന്താണ് 90 ഡിഗ്രി സൗത്തും 90 ഡിഗ്രി നോർത്തും വരെ വരയ്ക്കാറുണ്ട് ഏതെന്ന് പറയുന്നത്, ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയാം. അപ്പോൾ ഇതിന് ഓരോന്നിനും നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഓരോ ലൈനുകൾ ചുമ്മാ വരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല. നമുക്കൊരു ഇപ്പോൾ ഇക്വേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് 0 ഡിഗ്രി. അപ്പോൾ അതിനെല്ലാത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഈ 0 ഡിഗ്രി ഏറ്റവും നീളമുള്ളത് ഇക്വേറ്റർ ഭൂമധ്യരേഖയും, അത് കഴിഞ്ഞ് 23½ നോർത്ത് 23½ നോർത്ത് ആണെങ്കിൽ അതേതാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ഉത്തരായന രേഖ. ഇങ്ങനെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഇതിൻ്റെ തന്നെ സൗത്തിൽ ഒരാളുണ്ടാവുമല്ലോ, അതാണ് 23½ സൗത്ത്, അതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോർത്തും സൗത്തും വ്യക്തമായിട്ട് തന്നെ നോക്കുക. കാര്യം നമ്മളറിയാം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പം നമ്മളെ പാസ് ചെയ്യുന്നത് എന്തായാലും കാപ്രിക്കോൺ അല്ല, അത് ക്യാൻസർ തന്നെയാണ്. അപ്പം 23½ ഈ മാച്ച് ദ ഫോളോവിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ സൗത്ത് എസും എന്നും എന്ന് പറയുന്ന ആ വേർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിരിക്കുക. 23½ നോർത്ത് എന്ന് പറയുന്നത് ഏതാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസറും 23½ സൗത്ത് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണുമാണ്. ഇനി ആർട്ടിക് സർക്കിൾ ആണെങ്കിലോ അത് 66½ ആണ്. 66½ നോർത്ത് ആണ് ആർട്ടിക് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അന്റാർട്ടിക് പരിവേഷണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അത് എവിടെയാണ് വരുന്നത്, സൗത്തിലാണ്. അപ്പോൾ 66½ സൗത്ത് ആണെങ്കിൽ അത് ഏതാണ്, അന്റാർട്ടിക് സർക്കിളാണ്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. ഈ ഒരു പിക്ചറും കൂടി നമുക്ക് നോക്കുമ്പോൾ വ്യക്തമാവും ഇതെന്ന് പറയുന്നത്. അതായത് 0 ഡിഗ്രി എന്ന് പറയുന്നത് ഏതാണ്, നോർത്ത് ഓർ സൗത്ത്, അതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മൾ ഒരു ബേസ് ആയിട്ട് വെച്ചിരിക്കുന്നത് ഇക്വേറ്ററിനെയാണ്. അതാണ് ഇക്വേറ്റർ എന്ന് പറയുന്നത്. 23½ നോർത്ത് ആണെങ്കിൽ അതേതാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. 23½ സൗത്ത് ആണെങ്കിൽ അത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. 66½ നോർത്ത് ആണെങ്കിൽ അത് ഏതാണ്, ആർട്ടിക് സർക്കിൾ ആണ്. 66½ സൗത്ത് ആണെങ്കിൽ അത് അന്റാർട്ടിക് സർക്കിൾ ആണ്. പിന്നെ നമുക്ക് നോർത്തേൺ പോളും ഉണ്ട്, സദേൺ പോളും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി ഈ ഒരു നമ്മുടെ പ്രൈം മെറിഡിയൻ കണ്ടോ, ഈ പ്രൈം മെറിഡിയൻ നമ്മൾ നേരത്തെ പറഞ്ഞു ആ എർത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈസ്റ്റേൺ എന്നും അതുപോലെ തന്നെ വെസ്റ്റേൺ എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡിവൈഡ് ഈ ഹെമിസ്ഫിയർ ആയിട്ട് ചെയ്യാം. ഈ ഇക്വേറ്റർ ആണെങ്കിലോ, ഈ ഇക്വേറ്റർ ആണെങ്കിൽ എർത്തിനെ നോർത്തേൺ ഹെമിസ്ഫിയർ എന്നും സദേൺ ഹെമിസ്ഫിയർ എന്നും ഇതിനെ ഡിവൈഡ് രണ്ട് ഹെമിസ്ഫിയർ ആക്കി അല്ലെ, ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് അതിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് KS-ൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 2020 നടന്ന KS-ൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ ഷിപ്പ് സെയിലിംഗ് ഫ്രം ഈസ്റ്റേൺ എക്സ്ട്രിമിറ്റി ഓഫ് ദ Aleutian Island to Dutch Harbor crosses 180 degree meridian at 23½ അതായത് 23½ മണിക്കൂർ. അതായത് നമ്മുടെ റെയിൽവേ ടൈം അനുസരിച്ചിട്ടാവുമ്പോഴത്തേക്കും എന്താണ് 23½ എന്ന് പറയുമ്പം എത്രയാവും, 11:30, 12 11, 24 നമുക്ക് പറയാൻ പറ്റുന്നത് 12. അപ്പോൾ ഇത് 23 ഓൺ January 1, 1999. വാട്ട് ടൈം ആൻഡ് ഡേറ്റ് വിൽ ബി റെക്കോർഡഡ് ബൈ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് ഇൻ ഹിസ് ഡയറി ആഫ്റ്റർ 1 hour ജേർണി ഫ്രം ദ പോയിന്റ് ഓഫ് ക്രോസിംഗ് ഓഫ് ദ മെറിഡിയൻ. ഇതിൽ എല്ലാം വളരെ ശ്രദ്ധിക്കണം. അതായത് ഓരോ ഈച്ച് ആൻഡ് എവരി പോയിന്റ് നമ്മൾ ശ്രദ്ധിച്ച് ഞാൻ ഈ വട്ടം ഇട്ടതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർനാഷണൽ ഡേറ്റ് ലൈൻ, അതായത് 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൻ്റെ ഈസ്റ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്, വെസ്റ്റിലോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമ്മൾ അവിടെ വളരെ വ്യക്തമായിട്ട് നോക്കി. അപ്പോൾ ആ ഒരു ഐഡിയ അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. ആ ഐഡിയ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അലൂഷ്യൻ ഐലൻഡ് എന്ന് പറയുന്നതും ഡച്ച് ഹാർബറും. അപ്പോൾ ഇത് ക്രോസ് ചെയ്ത് പോകുമ്പോൾ എങ്ങോട്ടാണ് ഇതിൻ്റെ പൊസിഷൻ? അലൂഷ്യൻ ഐലൻഡ് എന്ന് പറയുന്നത്
എവിടെ കിടക്കുന്നതാണെന്ന് അറിയാമോ? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നതാണ്. എന്നാൽ ഈ ഡച്ച് ഹാർബർ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നതാണ്. അപ്പോൾ 180 ഡിഗ്രി ഇങ്ങനെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് പോകുന്ന ആളിനെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്താണ്, ഒരു ദിവസം ഗെയിൻ ചെയ്യുകയാണ് അല്ലെ, ഒരു ദിവസം കലണ്ടറിൽ ആൾക്ക് കിട്ടുവാണ് ചെയ്യുന്നത്, ഒരു ദിവസം ഫ്രണ്ടിലോട്ടാണ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പം ജാനുവരി 1 പോയിട്ടുള്ള ആളിന് അപ്പോൾ ജാനുവരി 2 ആയി കഴിയും അല്ലെ, ജാനുവരി 2 ആയി കഴിയും. ജാനുവരി 2 എത്ര സമയമാണ്? 23:30, അതായത് 11:30 രാത്രിയാണ്. ഇനി പിന്നെ പറയുന്നുണ്ട് ഇദ്ദേഹം ഡയറിയിൽ എപ്പോഴാണ് രേഖപ്പെടുത്തുന്നത്? 1 hour ജേർണി ഫ്രം ദ പോയിന്റ് ഓഫ് ക്രോസിംഗ്, അതായത് പിന്നും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 23:30 പ്ലസ് 1 മണിക്കൂറും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എത്രയാവും? 24:30 ആയി. 24:30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് ശരിക്കും? 12:30, അതായത് അടുത്ത ദിവസം ആയി കഴിഞ്ഞു. ജനുവരി 2 അല്ല, പിന്നെ എന്താണ്, ഒരു ദിവസം കൂടി ആയി കഴിഞ്ഞു. ആ ജനുവരി 3 തന്നെ എത്രയാണ്? 12:30 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരു അരമണിക്കൂർ, ആ ദിവസത്തിൽ ഒരു അരമണിക്കൂറേ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞു. ജനുവരി 3 ഒരു 13 hours ഇത്രയാണ് വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ശരിക്കും വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ ഈ അലൂഷൻ ഐലൻഡും ഡച്ച് ഹാർബർ 180 ക്രോസ് ചെയ്യുമ്പോൾ ഈസ്റ്റ് ആണോ വെസ്റ്റ് ആണോ എന്നുള്ളതും ഒന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഇതാണ്, അതായത് ആഫ്റ്റർ 1 hour ജേർണി എന്നുള്ളത്. അപ്പോൾ ഓരോ പോയിന്റും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എളുപ്പത്തിന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ 180 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ക്രോസ് ചെയ്യുമ്പോഴെങ്കിലും പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. ആൻസർ സി ആണ്, നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് കഴിഞ്ഞു. വെൻ ദ ഷിപ്പ് ക്രോസ് ദ 180 മെറിഡിയൻ അറ്റ് 23½ hours ഓൺ ജാനുവരി 1, 1999 ഇറ്റ് വാസ് മൂവിംഗ് വെസ്റ്റ്വാർഡ് ടുവാർഡ്സ് ദ ഡച്ച് ഹാർബർ. ക്രോസിംഗ് ദ ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ വെസ്റ്റ്വാർഡ് മീൻസ് ദ ഡേറ്റ് മസ്റ്റ് അഡ്വാൻസ്ഡ് 1 day. അതായത് നമുക്കറിയാം വെസ്റ്റിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? അഡ്വാൻസ്ഡ് ബൈ ഒരു ദിവസം അധികം കയറുവാണ്. അപ്പോൾ ഓൾറെഡി എന്തായി? ജാനുവരി 2 ആയി. ഇനി therefore the moment the ship crosses the line the time remains 23½ hours but the day changes ഫ്രം ജാനുവരി 1 to 2. ജാനുവരി 1 നിന്നും ജാനുവരി 2ലേക്കായി. ഇനി നമുക്ക് വരുന്നത് ഇദ്ദേഹം എപ്പോഴാ? ഒരു മണിക്കൂറും കൂടി കഴിഞ്ഞിട്ടാണ് ഇത് ഡയറിയിലേക്ക് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ ആ 1 മണിക്കൂറും കൂടി കൂട്ടുമ്പോഴത്തേക്ക് എന്താവും? ആഫ്റ്റർ ദിസ് ദ ഷിപ്പ് കണ്ടിന്യൂസ് ഇറ്റ് ജേർണി ഫോർ 1 more hour ആഡിങ് 1 hour to 23½ hour റിസൾട്ട് പോയിന്റ് അല്ലാതെ 30 മിനിറ്റ്, അതായത് 0.330 hours എന്ന് പറയുന്നതാവും. അപ്പോൾ ആ ഒരു മിഡ് നൈറ്റിൽ ഈ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ജാനുവരി 2 നിന്നും അടുത്തയിലോട്ട് ആവുകയാണ് അല്ലെ, ജാനുവരി 3 ചെയ്യുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് കിട്ടിക്കഴിഞ്ഞു. ജാനുവരി 3 1999 30 അല്ലെ 0.330 hours എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. KS ആണ്, അറിയാലോ. അപ്പോൾ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ഇനി നമുക്ക് അടുത്തത്, അപ്പോൾ നമുക്ക് അതോടുകൂടി ഈ 2020 ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് ചോദിച്ചിട്ടുള്ള ഇത് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത നമ്മൾ അറ്റ്മോസ്ഫിയറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിൻ്റെ ലെയേഴ്സ് ആണ്. അത് മിക്കുള്ളപ്പം 10th ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, അതിനെല്ലാത്തിലും ഇവർ കറക്റ്റ് ഇത് ചോദിക്കുന്നുണ്ട് ഈ ലെയേഴ്സിനെ സംബന്ധിച്ച്. അപ്പോൾ ഈ ലെയേഴ്സുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓസോൺ ലെയർ ഈസ് പ്രസന്റ് ഇൻ. ഓസോൺ ലെയർ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഇൻഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ ചോദിച്ചിട്ടുള്ളത് 2020 ഒരു കെമിസ്ട്രിയിൽ ചോദിച്ചിട്ടുള്ളതാണ്. കെമിസ്ട്രിയിൽ എന്നുള്ളതല്ല, നമ്മുടെ സാധാ വേരിയസ് ആണെങ്കിലും ഇപ്പോൾ ഡിഗ്രി ലെവലിൽ തന്നെ ആണെങ്കിലും 10th ലെവലിലാണെങ്കിലും ഒക്കെ ചോദിക്കുന്നതാണ്. ഇപ്പം ഒരു പ്രൊഫഷണൽ കോഴ്സിൽ എന്നുള്ളതല്ല, എല്ലാ ലെവലിലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതെന്ന് പറയുന്നത് ഓസോൺ ലെയർ എവിടെയാണ് എന്നുള്ളത്. അപ്പോൾ ഓസോൺ ലെയർ ഈസ് പ്രസന്റ്, നിങ്ങൾക്ക് എല്ലാ ആൻസർ അറിയാം. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓസോൺ ലെയർ ഈസ് പ്രസന്റ് ഇൻ ദി സ്ട്രാറ്റോസ്ഫിയർ. ഓപ്ഷൻ ബി ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി, സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് ഏതൊക്കെ ലെയേഴ്സ് ആണെന്ന് നോക്കാം. ട്രോപ്പോസ്ഫിയർ ഉണ്ട്, സ്ട്രാറ്റോസ്ഫിയർ ഉണ്ട്, മീസോസ്ഫിയർ ഉണ്ട്, എക്സോസ്ഫിയർ ഉണ്ട് ഓപ്ഷൻസിൽ. അപ്പോൾ എന്തൊക്കെയാണ് ലെയേഴ്സിൻ്റെ ഇതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ ലെയേഴ്സിൻ്റെ നോക്കാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഇത് കാണപ്പെടുന്നത്. നോക്കിക്കേ, ലെയേഴ്സ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ ഇങ്ങനെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇതിനെല്ലാം എത്ര ലെങ്ത് വെച്ചിട്ടാണ് അല്ലെങ്കിൽ എത്ര കിലോമീറ്ററിലാണ് പോകുന്നതെന്ന് അറിയാം. ആദ്യം വരുന്ന ആളാണ് നമ്മുടെ ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ആദ്യത്തെ, അതായത് ലോവർ ലെയർ, അതായത് ഇവിടെ നിന്നാണ് നമുക്കിപ്പോൾ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ തുടങ്ങുന്നെങ്കിൽ ഏറ്റവും ആദ്യം തുടങ്ങുന്നത്, അതായത് ഏറ്റവും താഴെ കിടക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയർ. പിന്നെ ഇതിന് മുകളിലായിട്ടാണ് പിന്നെ നമ്മുടെ എങ്ങോട്ടേക്ക് പോകുന്ന കാർബൺ രേഖയും ഈ അറ്റ്മോസ്ഫിയറും പിന്നെ ബഹിരാകാശവും തമ്മിലുള്ള ആ ഒരു കാർബൺ രേഖ അല്ലെ, ആ ഒരു 100 കിലോമീറ്റർ ചെല്ലുമ്പോഴാണ് അത് ഏകദേശം നമുക്ക് ആ ഒരു കാർബൺ രേഖയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബഹിരാകാശമാണ്. അപ്പോൾ അതിൽ ആദ്യത്തേത് ലോവർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഏതാണ്?
നമ്മുടെ ട്രോപ്പോസ്ഫിയർ ആണ്. ഈ ട്രോപ്പോസ്ഫിയറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ട്രോപ്പോസ്ഫിയറിന് ഇപ്പോൾ പോളിലാണെങ്കിലും ഇക്വേറ്ററിലാണെങ്കിലും ഒരേ ഹൈറ്റ് അല്ല വരുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോളിലാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ ആണെങ്കിൽ ഇക്വേറ്ററിലാണെങ്കിൽ ഒരു 18 കിലോമീറ്റർ ആണ്. അതായത് ഇക്വേറ്ററിൽ അറിയാലോ ചൂട് കൂടുതലാണ്. അപ്പോൾ ചൂട് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ വായു വികസിച്ചല്ല എക്സ്പാൻഡ് ചെയ്ത് ചൂട് പൊങ്ങി പോകും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സർഫസിൽ നിന്ന് ഇതെന്ത് ചെയ്യും, കുറച്ച് പൊങ്ങി നിൽക്കാനാണ്. അതായത് 18 കിലോമീറ്ററോളം ഇവിടെ വരുന്നുണ്ട്, ഇക്വേറ്ററിൽ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇക്വേറ്ററിലാണെങ്കിൽ 18 കിലോമീറ്ററും പിന്നെ നമ്മുടെ പോൾസിലാണെങ്കിൽ ഒരു 8 കിലോമീറ്റർ, പിന്നെ നമ്മുടെ SCRT ചാപ്റ്റേഴ്സിലൊക്കെ ഇതൊരു 13 കിലോമീറ്റർ, ഒരു ആവറേജ് നമുക്കൊരു 13 വരെ എടുക്കാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75% കണ്ടെയ്ൻ 75% ഓഫ് അറ്റ്മോസ്ഫിയറിക് മാസ് ആൻഡ് മോസ്റ്റ് വെതർ ഫിനോമിന. അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്ന സ്ഥലം, അതായത് ഇവിടെ നമുക്ക് മഴ ഉണ്ടാകാറുണ്ട്, അല്ലെ മേഘങ്ങളുണ്ട്. നമ്മുടെ അതായത് വെതർ ഫിനോമിനായിട്ടുള്ള മിക്ക കാര്യങ്ങളും സംഭവിക്കുന്നത് എവിടെയാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. അത് നന്നായിട്ട് നോക്കി വെച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ടെമ്പറേച്ചറിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഹൈറ്റിനനുസരിച്ചിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പോൾ അതിന് ഏറ്റവും എളുപ്പം ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. അതായത് ഓർക്കാനായിട്ട് ഞാൻ എൻ്റേതായിട്ടൊരു കോഡ് പറഞ്ഞു തരാം. അതായത് ഇതിൽ നമുക്കിപ്പോൾ ടെമ്പറേച്ചർ എങ്ങനെയാണ്, ഓരോ ലെയേഴ്സിലും എങ്ങനെയാണ്, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ W എന്ന അക്ഷരം ഓർമ്മിച്ച് വെച്ചിരിക്കുക. W എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് എന്താ കുറയുന്നുണ്ട്? എന്ത് കുറയുന്നുണ്ട്? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അടുത്തതിലോട്ട് കയറുമ്പോഴോ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് സ്ട്രാറ്റോസ്ഫിയർ ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. മീസോസ്ഫിയറിലാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? തെർമോസ്ഫിയറിൽ എത്തുമ്പോഴത്തേക്കും എന്ത് ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു W നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പെട്ടെന്ന് ഇപ്പോൾ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ഈ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ട്രോപ്പോസ്ഫിയറിൽ എങ്ങനെയാണ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. അപ്പോൾ അതാണ്. ഇനി ഈ ട്രോപ്പോസ്ഫിയർ അടുത്ത ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയർ, ഇവർ തമ്മിൽ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ, അതായത് അവർ തമ്മിൽ ഒരു ബൗണ്ടറി സോൺ എന്ന് പറയുന്നതിനാണ് നമുക്ക് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിലുള്ള ഒരു ബൗണ്ടറി സോൺ, അതാണ് ട്രോപ്പോപാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയർ, അതായത് രണ്ടാമത്തെ ലെയർ ആയിട്ടുള്ള സ്ട്രാറ്റോസ്ഫിയറിനെ നോക്കുവാണെങ്കിൽ ഇത് എത്ര കിലോമീറ്റർ വരെയാണ്? 10 തൊട്ട് ഒരു 50 കിലോമീറ്റർ, അതായത് എർത്തിൻ്റെ സർഫസിൽ നിന്നും 10 തൊട്ട് ഒരു 50 കിലോമീറ്റർ വരെ ഉള്ള ഒരു ആ ഒരു ഏരിയ ആണ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അവിടെ ഓസോൺ ലെയർ 20 തൊട്ട് 30 കിലോമീറ്റർ വരെയും കിട്ടുന്നുണ്ട്. ഏതാണ്? ഓസോൺ ലെയർ. അപ്പോൾ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഓസോൺ ലെയർ പ്രസന്റ് ആയിട്ടുള്ളത് സ്ട്രാറ്റോസ്ഫിയർ തന്നെയാണ്. ഇനി ഓസോൺ അബ്സോർബ് ഹാംഫുൾ അൾട്രാവയലറ്റ് UV, അതായത് അൾട്രാവയലറ്റ് B ആണെങ്കിലും അൾട്രാവയലറ്റ് C ആണെങ്കിൽ ഇതുപോലെയുള്ള റേഡിയേഷൻ, സണ്ണിൽ നിന്നുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതെന്താണ്? ഒരു പ്രൊട്ടക്ഷൻ ആണല്ലേ. നമ്മളെ ഭൂമിയിലുള്ള ബാക്കി ജീവജാലങ്ങളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ലെയറാണ് ഓസോൺ ലെയർ. അപ്പോൾ അതിനത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ദിസ് അബ്സോർപ്ഷൻ പ്രൊട്ടക്ട്സ് ലിവിംഗ് ഓർഗാനിസം ഓൺ എർത്ത് ഫ്രം DNA ഡാമേജ്, സ്കിൻ ക്യാൻസർ, അതർ ഹാംഫുൾ എഫക്ട്സ്. അപ്പോൾ ഈ ഒരു ഹാംഫുൾ റേസിൽ നിന്ന് ഇത്രയും അസുഖങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. നമുക്കിപ്പോൾ സ്കിൻ ക്യാൻസർ ഉണ്ടാകാറുണ്ട്, DNA തന്നെ എന്ത് ചെയ്യാറുണ്ട്? ചേഞ്ച് ആകാറുണ്ട്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലെയറാണ്. ഇനി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസസ് വിത്ത് ഹൈറ്റ് ബിക്കോസ് ഓസോൺ അബ്സോർബ് UV റേഡിയേഷൻ. ഞാൻ പറഞ്ഞു Wയിൽ നമ്മുടെ ട്രോപ്പോസ്ഫിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്ട്രാറ്റോസ്ഫിയറിൽ കൂടുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഹൈറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ കൂടുന്നത് ഓസോൺ UV റേഡിയേഷൻ അബ്സോർബ് ചെയ്യുകയാണ് സൂര്യനിൽ നിന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ എന്താണ്? കൂടുതലായിരിക്കും. ഇവിടെയാണ് നമ്മുടെ ജെറ്റ് എയർക്രാഫ്റ്റിന്, അതായത് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു എയറാണ്, അതായത് അവിടെ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള എയർ ആണ്. ജെറ്റ് എയർക്രാഫ്റ്റിനൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ തന്നെ അപ്പർ ബൗണ്ടറി ആണ് ഏതെന്ന് പറയുന്നത്? സ്ട്രാറ്റോപാസ്, അതായത് അടുത്ത ലെയർ. അതായത് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും തമ്മിലുള്ളത് ട്രോപ്പോപാസ് ആണെങ്കിൽ സ്ട്രാറ്റോസ്ഫിയറും അടുത്ത മീസോസ്ഫിയറും തമ്മിലുള്ളതാണെങ്കിൽ അതെന്താണ്? സ്ട്രാറ്റോപാസ് ആണ്. അതായത് ആദ്യം പറയുന്ന ആ ഒരു ലെയറിൻ്റെ കൂടെ പോസ് അങ്ങ് ചേർത്താൽ മതി, അതിലൊരു വേറെ ഒരു ടെൻഷനും ഇല്ല. ഇനി നമുക്ക് മീസോസ്ഫിയർ നോക്കാം. അതായത് ഇറ്റ് എക്സ്റ്റെൻഡ് ഫ്രം 50 കിലോമീറ്റർ ടു 80 കിലോമീറ്റർ. എത്രയാണ്? 50 തൊട്ട് 80 വരെ, 50 തൊട്ട് 80 കിലോമീറ്റർ വരെ വരുന്നതാണ് മീസോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കും? നമ്മുടെ W ഓർക്കുമ്പോഴത്തേക്ക് എന്താണ്? ടെമ്പറേച്ചർ ഡിഗ്രീസസ് വിത്ത് ഹൈറ്റ്, അതായത് കോൾഡസ്റ്റ് ആയിട്ടുള്ള ലെയറാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും തണുപ്പ് ഉള്ളൊരു ലെയർ ആയതുകൊണ്ടാണ് മീറ്റോഴ്സ് ഇവിടെ എത്തുമ്പോൾ എന്താവുന്നത്? ബേൺ ചെയ്ത് പോകുന്നത്. അതായത് ആ ഒരു ഫ്രിക്ഷൻ അവിടെ എത്തുമ്പോഴത്തേക്കും എന്താണ്? കത്തി വരുന്ന ആ മീറ്റോഴ്സ് എന്ത് ചെയ്യും? ഇവിടുത്തെ ഒരു ഫ്രിക്ഷനും ആയതുകൊണ്ട് എന്ത് ചെയ്തു? പെട്ടെന്ന് കത്തി തീർന്നു പോവുകയാണ്, ബേണപ്പ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പർ ബൗണ്ടറി എന്താ? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തായാലും മീസോസ്ഫിയറും തെർമോസ്ഫിയറും, ആദ്യം പറഞ്ഞ ലെയർ എന്ന് പറയുന്നത് മീസോസ്ഫിയറാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ പോസ്റ്റ് ചേർക്കുമ്പോൾ മീസോപാസ് ആണ്. അതായത് കോൾഡസ്റ്റ് പോയിന്റ്, അറ്റ്മോസ്ഫിയറിൻ്റെ കോൾഡസ്റ്റ് പോയിന്റ് ആണ് എന്ന് പറയുന്നത് ഈ മീസോപാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ലെയറാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. 80 തൊട്ട് 70 കിലോമീറ്റർ, 700 കിലോമീറ്റർ വരെ വരുന്നതാണ്. ഇതിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? തെർമോ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം
ഷാർപ്പിലി ആയിട്ട് കൂടുവാണ്. അപ്പോൾ ഡബ്ല്യൂവിൽ തന്നെ നമുക്കറിയാം ലാസ്റ്റ് കൊണ്ട് ഇതങ്ങ് കൂടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ക്യാൻ എക്സീഡ് എത്രയായിരുന്ന 1500 ഡിഗ്രി സെൽഷ്യസ്, അതായത് സോളാർ റേഡിയേഷൻ അബ്സോർപ്ഷൻ ഇത്രയും കൂടുന്നതുകൊണ്ട് ഇത്രയും വളരെ ടെമ്പറേച്ചർ കൂടിയിട്ടുള്ളതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഇവിടെ തന്നെയാണ് റേഡിയോ കമ്മ്യൂണിക്കേഷൻ, അതായത് ഇവിടെ എങ്ങനെയാണ് അയോൺസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷനൊക്കെ ഏറ്റവും എളുപ്പമുള്ള ലെയർ, അത് ഏറ്റവും സുഗമമായി നടക്കുന്ന ലെയർ എന്ന് പറയുന്നത് തെർമോസ്ഫിയർ ആയിരിക്കും. പിന്നെ എന്താണ് അറോറാസ് ഫോം ചെയ്യുന്നതും ഇവിടെ തന്നെയാണ്. സ്പേസ് ഷട്ടിൽസ് ആണെങ്കിലും ISS ഓർബിറ്റ് ആണെങ്കിലും ഇതെല്ലാം എവിടെ ഉണ്ടാകാറുണ്ട്, നമ്മുടെ തെർമോസ്ഫിയറിൽ ഉണ്ടാകാറുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് എക്സോസ്ഫിയർ എന്ന് പറഞ്ഞാൽ 700 കിലോമീറ്റർ തൊട്ട് ഒരു 10,000 കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്ന ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. വെരി തിൻ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, സ്പേസിലേക്ക് എസ്കേപ്പ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രജനും ഹീലിയനും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സാറ്റലൈറ്റ് ഓർബിറ്റ് ഒക്കെ ഈ റീജിയനിലാണ് വരുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ച് അധികം അങ്ങോട്ടൊരു സ്റ്റഡീസിൽ അധികം ഈ ലെയറിനെ പറ്റിയൊന്നും പല കാര്യങ്ങളും ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യനും നമുക്ക് എന്താണ് ലെയേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അപ്പർ മോസ്റ്റ് റീജിയൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. ഏറ്റവും ഇതിൽ ഈ തന്നിരിക്കുന്നതിൽ അപ്പർ മോസ്റ്റ് എന്ന് പറയുന്നത് സ്ട്രാറ്റോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ, എക്സോസ്ഫിയർ ആണോ, നൺ ഓഫ് ദീസ് ആണോ. അപ്പോൾ നമ്മളിപ്പോൾ ലാസ്റ്റ് പഠിച്ച എക്സോസ്ഫിയറിലെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് ഏറ്റവും അങ്ങ് മുകളിൽ വരുന്നത് ഏറ്റവും ലോവർ മോസ്റ്റ് നമുക്കറിയാം ട്രോപ്പോസ്ഫിയർ ആണെന്നുള്ളത്. അപ്പോൾ ആൻസർ ഏതാണ്? സി ആണ്. അതായത് എക്സോസ്ഫിയർ ആണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ദ എക്സോസ്ഫിയർ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത്. നമ്മൾ പറഞ്ഞു ഏത് തൊട്ട് 700 തൊട്ട് 10,000 കിലോമീറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിൻ പാർട്ടിക്കിൾസ് ആൻഡ് സോ ഫാർ അപ്പേർഡ് ദാറ്റ് ദേ റെയർലി കൊളൈഡ്. ഹൈഡ്രജനും ഹീലിയമാണ് മെയിൻ ഗ്യാസസ് എന്ന് പറയുന്നത്. സാറ്റലൈറ്റ് എല്ലാം ഓർബിറ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാജുവലി മെർജസ് വിത്ത് ഔട്ടർ സ്പേസുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് മെർജ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5, അതായത് 5ാമത്തെ ക്വസ്റ്റ്യനിൽ വീണ്ടും അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ ലോവർ ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് എത്ര ക്വസ്റ്റ്യൻസ്, അതായത് 2020 ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിൽ തന്നെ ഇങ്ങനെ ചേർത്ത് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ട്രോപ്പോസ്ഫിയറിൻ്റെ ലെയേഴ്സ് പഠിക്കുക. അപ്പോൾ ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഏതാണ്? അയണോസ്ഫിയർ ആണോ, മീസോസ്ഫിയർ ആണോ, സ്ട്രാറ്റോസ്ഫിയർ ആണോ, ട്രോപ്പോസ്ഫിയർ ആണോ? നോക്കിക്കേ, ഇത് KSൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ, ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് ദ ട്രോപ്പോസ്ഫിയർ ഈസ് ദ ലോവസ്റ്റ് ലെയർ ഓഫ് ദ എർത്ത് അറ്റ്മോസ്ഫിയർ. അതായത് നമുക്കറിയാം 8 മുതൽ, അതായത് പോൾസിലാണെങ്കിൽ 8ഉം ഇക്വേറ്ററിലാണെങ്കിൽ 18, ഓൺ ആൻ ആവറേജ് നമുക്കൊരു 13 എടുക്കാമെന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ദ ലെയർ വെയർ വെതർ ഫിനോമിനൻസ് ആയിട്ടുള്ള ക്ലൗഡ്സ്, അതുപോലെ റെയിൻഫാൾ, സ്റ്റോംസ് ഇതെല്ലാം ഒക്കറുന്നത്. അതായത് അന്തരീക്ഷത്തിൽ, അതായത് വെതർ ഫിനോമിനൻസ് എല്ലാം നടക്കുന്നത് എവിടെ തന്നെ ആയിരിക്കും? നമ്മുടെ ട്രോപ്പോസ്ഫിയറിലായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക. നമുക്ക് 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ, ദ റേഷ്യോ ഓഫ് ആക്ച്വൽ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ എ ഗിവൻ വോളിയം ഓഫ് മോയിസ്റ്റ് എയർ ടു ദ മാസ് ഓഫ് വാട്ടർ വേപ്പർ ഇൻ ദ സെയിം വോളിയം ഓഫ് സാച്ചുറേറ്റഡ് എയർ അറ്റ് ദ സെയിം ടെമ്പറേച്ചർ ആൻഡ് ദ പ്രഷർ എന്നാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറച്ചൊരു പ്രശ്നമുണ്ട്. പക്ഷേ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. ആൻസർ ഡി ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ആൻസർ ഡി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് അവർ ആൻസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് എക്സ്പ്ലനേഷനിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ പേഴ്സൻറ്റേജിലാണ്, അതായത് ഇൻറ്റു 100 അങ്ങനെയാണ് നമ്മൾ, അതായത് ഒരു റിലേഷനാണ് ഇവിടെ പറയുന്നത്. എന്തിൻ്റെ റിലേഷനാണ്? ഒരു തമ്മിലുള്ള റേഷ്യോ അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ ആക്ച്വൽ എമൗണ്ട് ഓർ മാസ് ഓഫ് വാട്ടർ വേപ്പർ പ്രസൻറ്റ് ഇൻ ദ എയർ. നമുക്ക് ഇപ്പോൾ നിലവിൽ ഇവിടെ ഈ ഒരു അന്തരീക്ഷത്തിൽ എത്രത്തോളം എന്തുണ്ട് എന്നുള്ളത്, വാട്ടർ വേപ്പർ ഉണ്ട്, അതാണ് ആദ്യത്തേത്. ഇനി ഇത് ഏതുമായിട്ടാണ് റേഷ്യോ വരുന്നത്? ടു ദ മാക്സിമം എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ ദ എയർ ക്യാൻ ഹോൾഡ് അറ്റ് ദ സെയിം, ഇതേ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇവിടെ ഉള്ള നിലവിലുള്ള ഈ എയറിന് എത്രത്തോളം മാക്സിമം ആ ഒരു സെയിം ടെമ്പറേച്ചർ പ്രഷറിൽ മാക്സിമം ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇവ തമ്മിലുള്ളൊരു റേഷ്യോ ഇൻറ്റു 100, അതായത് നമ്മൾ പേഴ്സൻറ്റേജിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി ഓപ്ഷൻസ് നോക്കാം. എന്താണ് ആബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ആക്ച്വൽ മാസ് ഓഫ് ദ വാട്ടർ വേപ്പർ, അതായത് ആക്ച്വലി എത്രയുണ്ട്. ഇവിടെ നമ്മൾ റേഷ്യോ അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് എന്നുള്ള ആക്ച്വലി ഇപ്പോൾ ആ ഒരു എയറിൽ എത്രയുണ്ട്, അതാണ് അബ്സല്യൂട്ട് ആയിട്ടുള്ള ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇതിന് ഗ്രാം പെർ ക്യൂബിക് മീറ്ററിലാണ്, ഗ്രാം പെർ ക്യൂബിക് മീറ്ററിലാണ്, ഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ, ഞാൻ അതാ പറഞ്ഞത്, ഡിഗ്രി ഓഫ് സാച്ചുറേഷനും ഇതുമായിട്ട്, അതായത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആയിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. അതായത് ദ റേഷ്യോ ഓഫ് ആക്ച്വൽ വാട്ടർ വേപ്പർ കണ്ടന്റ് ടു ദ മാക്സിമം വാട്ടർ വേപ്പർ ടു ദ എയർ ക്യാൻ ഹോൾഡ്, അതാണ് അല്ലേ ഇത് റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ. പക്ഷേ നമ്മുടെ ആ ക്വസ്റ്റ്യനിൽ അവരെങ്ങനെയാണ് പേഴ്സൻറ്റേജിലൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ആൻസർ കീയിൽ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും അത് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി
സാച്ചുറേറ്റ് ആകണമെങ്കിൽ എന്താണ് ഇൻറ്റു 100 നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത് എന്താണ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ആണ് വരേണ്ടത്. ഓക്കെ, എങ്കിലും നോക്കി വെച്ചിരിക്കുക, ആൻസർ കീയിൽ അവരതാ കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ. അതായത് ഈ നമ്മുടെ ഇത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്, അതിൽ ഡ്രൈ ബൾബ് തെർമോമീറ്റർ ഉണ്ടാവും, വെറ്റ് ബൾബും ഉണ്ടാവും. ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇത് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻഡിക്കേറ്റ്സ് ഹൗ മച്ച് മോയ്സ്ചർ ദ എയർ ക്യാൻ സ്റ്റിൽ അബ്സോർബ്. എത്രത്തോളം എയറിന് ആ നിലവിലുള്ള എയറിന് എത്രത്തോളം മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്നതാണ് വെറ്റ് ബൾബ് ഡിപ്രഷൻ കൊണ്ട് നമുക്ക് മനസ്സിലാവും. അതിൻ്റെ ആ ഒരു മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ കിട്ടുന്നത് നമുക്ക് അതാണ് കിട്ടുന്നത്. അതായത് ഇൻഡിക്കേറ്റ് ഹൗ മച്ച് മോയ്സ്ചർ ദ എയർ ക്യാൻ സ്റ്റിൽ അബ്സോർബ്, അതാണ് പറയുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെ. അപ്പോൾ അതോടെ നമുക്ക് അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ലാൻഡ് ഫോംസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, അതായത് 2020 ലാൻഡ് ഫോംസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. നോക്കാം. 7ാമത്തെ ക്വസ്റ്റ്യൻ അസേർഷൻ. ഇതും KS-ൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് 2020 KS നടന്നിട്ടുള്ളതുകൊണ്ട് മിക്ക ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ വേൾഡ് ജോഗ്രഫിയിൽ KS-ൽ നിന്ന് നമ്മുടെ ലാൻഡ് ഫോംസിൽ ചോദിച്ചിട്ടുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. അതായത് അസേർഷൻ ഇങ്ങനെയാണ്: എ കാസ്റ്റ് ടോപ്പോഗ്രഫി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്റ്റാലക്ടൈറ്റ് ആൻഡ് സ്റ്റാലക്മൈറ്റ്സ്. അത് ശരിയാണ് അല്ലേ? ശരിയാണ്. ഇനി സൊല്യൂഷൻ ഈസ് എ ഡോമിനൻറ്റ് പ്രോസസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ലാൻഡ് ഫോംസ് ഇൻ കാസ്റ്റ് റീജിയൻ. അതും ശരിയാണ്. പക്ഷേ ഇത് ഈ ഒരു അസേർഷന് പറ്റിയ റീസൺ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീസൺ ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്. ആൻസർ ബി ആണ്. എന്താണ്? ബോത്ത് എ ആൻഡ് ആറും ഇൻഡിവിജ്വലി അവർ ട്രൂ ആണ്, ശരിയാണ്. പക്ഷേ ഈ ആറിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? നമ്മുടെ അസേർഷനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആൻസർ ബി വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ബി വന്നത് നമുക്ക് നോക്കാം. അതായത് കാസ്റ്റ് ടോപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലാൻഡ്സ്കേപ്പ്, അതായത് ഡിസൊല്യൂഷൻ ഓഫ് സൊല്യൂബിൾ റോക്ക് ലൈക്ക് ലൈം സ്റ്റോൺ, ഡോളോമൈറ്റ് ആൻഡ് ജിപ്സം. അതായത് ജിപ്സം, ഡോളോമൈറ്റ് ഇതുപോലെയുള്ള പാറകളുണ്ടാവും. ഈ പാറകളുടെ അതായത് ഡിസൊല്യൂഷൻ സംഭവിച്ച്, അതായത് സൊല്യൂബിൾ ആയിട്ടുള്ള കുറേ പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ അതിലെന്ത് ചെയ്യും? അത് ഡിസൊല്യൂഷൻ സംഭവിച്ചിട്ട്, അതായത് സ്ലൈറ്റ്ലി അസിഡിക് വാട്ടർ ക്രിയേറ്റ് സിങ്ക് ഹോൾസ്, കേവ്സ്, അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ്, ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതായത് ഇതിലുണ്ടാവുന്ന ലാൻഡ് ഫോംസുകളെല്ലാം ഇതാണ്. അപ്പോൾ ഈ കേവ്സിനുള്ളിൽ കേട്ടോ, ഈ കേവ്സ് എന്താണെന്ന് നോക്കിക്കോ. അതായത് കേവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ എന്താണ്? ലാൻഡ് ഫോമാണ്. അതായത് നമ്മുടെ ഈ ഒരു കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ വരുന്ന ലാൻഡ് ഫോമുകളാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റ്, ഈ കേവിനുള്ളിലാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് വെച്ചിരിക്കുക. കാര്യം ഇവർ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതായത് സ്റ്റാലക്ടൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഹാങ് ഫ്രം ദ സീലിങ്സ്, താഴോട്ട്, താഴോട്ട് എന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് താഴോട്ട്, അതായത് കേവിൻ്റെ മുകളിൽ നിന്നും താഴോട്ട് ഇങ്ങനെ രൂപപ്പെടുന്നതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? സ്റ്റാലക്ടൈറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ഇനി മുകളിലോട്ടാണെങ്കിലോ എം ഓർമ്മിച്ച് വെച്ചിരുന്നത് സ്റ്റാലക്മൈറ്റ്. ഇത് മുകളിൽ നിന്ന് ഈ ഡിസോൾവ് ചെയ്തിട്ടുള്ള സാധനം എന്ത് ചെയ്യും? ഇതിന്ന് കുറേയൊക്കെ തറയിൽ വീണിട്ട് അതിങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അത് മുകളിലോട്ടുള്ള ലാൻഡ് ഫോം ആണെങ്കിൽ അതെന്താണ്? മുകളിലോട്ട് എം, സ്റ്റാലക്മൈറ്റ് എന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ, അതാണ് ഇതിൻ്റെ ഇപ്പോൾ സ്റ്റാലക്ടൈറ്റിൻ്റെയും സ്റ്റാലക്മൈറ്റിൻ്റെയും കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ തന്നെ കാസ്റ്റ് ടോപ്പോഗ്രഫിയിൽ നമുക്ക് എ എന്ന് പറയുന്നത് കാസ്റ്റ് ടോപ്പോഗ്രഫി ഈസ് ക്യാരക്ടർ ബൈ സ്റ്റാലക്ടൈറ്റ് ആൻഡ് സ്റ്റാലക്മൈറ്റ് ഉണ്ട്. അത് കറക്റ്റ് തന്നെയാണല്ലേ? ട്രൂ തന്നെയാണ്. എങ്കിൽ സൊല്യൂഷൻ ഈസ് ദ ഡോമിനൻറ്റ് പ്രോസസ് ഇൻ ദ കാസ്റ്റ് ലാൻഡ് ഫോം ഡെവലപ്മെൻറ്റ്. അതായത് കാസ്റ്റ് ഫോംസ് എന്ന് വെച്ചാൽ സാധാരണയായിട്ട് വാട്ടർ ഡിസോൾവ് ആയിട്ടുള്ള ഇത് കെമിക്കൽ വെതറിങ്ങിലാണ് ഇത് സംഭവിക്കുന്നത്. അതിൽ തന്നെ കേവ്സും സിങ്ക് ഹോൾസും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഈ കേവ്സിൻ്റെ ഉള്ളിൽ വരുന്ന പിന്നെന്താണ്? സ്റ്റാലക്ടൈറ്റും സ്റ്റാലക്മൈറ്റും എന്ന് പറയുന്നത് സൊല്യൂഷൻ വഴിയല്ല, സൊല്യൂഷൻ എന്ന പ്രോസസ്സിലൂടെ അല്ല അത് രൂപപ്പെടുന്നത്. ഇതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഡിപ്പോസിഷൻ കൊണ്ടാണ്. എങ്ങനെയാണ്? ഡിപ്പോസിഷൻ. ഇങ്ങനെ വീഴുന്നത്, അതായത് സൊല്യൂബിളായിട്ട് വന്നിട്ടുള്ള ഇതെല്ലാം കൂടി ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ബി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ദേ ഫോം ബൈ പ്രസിപ്പിറ്റേഷൻ ഓഫ് കാൽസ്യം കാർബണേറ്റ് ഫ്രം ഡിപ്പിംഗ് വാട്ടർ. സോ സൊല്യൂഷൻ ഫോം ദ കേവ്. സൊല്യൂഷനിലൂടെ കേവ് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷേ ദ ഡിപ്പോസിഷൻ ഫോം സ്റ്റാലക്ടൈറ്റ് ആൻഡ് സ്റ്റാലക്മൈറ്റ്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റാത്തത്? ഈ റീസൺ എന്ന് പറയുന്നത് അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതായത് 8ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കൺസിഡർ ദ ഫോളോയിങ് പെയേഴ്സ് ഏജന്റ് കൊണ്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് ഫോംസുകളുണ്ട് അല്ലേ. അപ്പോൾ ഈ ലാൻഡ് ഫോംസ്, അതായത് ഭൂരൂപങ്ങളെ ഉണ്ടാക്കുന്ന കുറേ ഏജന്റുകളുണ്ട്. മലയാളത്തിലാണെങ്കിൽ കാരകങ്ങൾ എന്ന് പറയും. അപ്പോൾ അതായത് ഇങ്ങനെ ഭൂരൂപ പ്രക്രിയയിൽ ഭൂരൂപം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരകം, ഒരു ഏജന്റ് ഉണ്ടാവും. അപ്പോൾ ആ ഏജന്റിൻ്റെ ഇതിലിപ്പോൾ ഏജന്റ് ഗ്ലേസിയറും റിവറും വിൻഡും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ലാൻഡ് ഫോം തന്നെയാണ്
ശരിയാണോ എന്നതാണ് ഇവർ മാച്ച് ദ ഫോളോയിങ്ങിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഗ്ലേസിയർ, ഹാങ്ങിങ് വാലിയാണ് അവർ കൊടുത്തിരിക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് പെയർ. ഇതിൽ നമുക്ക് കറക്റ്റ്ലി മാച്ചഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ അതിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് ഇത് നോക്കിക്കേ. ഗ്ലേസിയർ ആണെങ്കിൽ ഹാങ്ങിങ് വാല്യൂ ആണ്, റിവർ ആണെങ്കിൽ ഡെൽറ്റ കൊടുത്തിട്ടുണ്ട്, വിൻഡ് ആണെങ്കിൽ ബെർക്കൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ ആൻസർ ഇത് മൂന്നും എന്താണ് ശരിയാണ്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഗ്ലേസിയർ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നമുക്കറിയാലോ, ഹിമാനി. ഈ ഹിമാനി ഇങ്ങനെ പോകുമ്പോൾ അതായത് നമുക്ക് അത് സ്വാഭാവികമായിട്ട് നല്ലൊരു ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഇറോഷനിൽ കൂടെ ആയിരിക്കും ഇത് പോകുന്നത്. ഈ പോകുന്ന വഴിക്ക് ഇത് എന്ത് ചെയ്യും? ഒരു യു ഷേപ്പ്ഡ് വാല്യൂ, കണ്ടോ, യു ഷേപ്പ്ഡ് വാല്യൂ ഉണ്ടാക്കാറുണ്ട്. ഇനി ഇതിൽ തന്നെ നമുക്കിപ്പോൾ സ്മോളർ ട്രിബ്യൂട്ടറി ഗ്ലേസിയേഴ്സ്, അത് ഇവിടെ നിന്നും ഒക്കെ ഇങ്ങനെ വരുവാണെങ്കിലോ, ഇവിടെ നിന്നും ഒക്കെ ഇങ്ങനെ വരികയാണെങ്കിലോ ഗ്ലേസിയർ, അവിടെയും ഇതുപോലെ എന്തുണ്ടാകാറുണ്ട്? ചെറിയ വാല്യൂസ് ഉണ്ടാകും. അപ്പോൾ ഈ വാല്യൂസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ തൂക്കുപാലം എന്നൊക്കെ പറയും പോലെ ഈ മെയിനായിട്ടുള്ള യു ഷേപ്പ് ട്രങ്ക് വാല്യൂനെ ഇങ്ങനെ പിടിച്ചു നിർത്തും പോലെ അല്ലെങ്കിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് നിർത്തും പോലെ ഒരു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ്, അതായത് ഗ്ലേസിയർ ഹാങ്ങിങ് വാലി അത് ശരിയാണ്. ഗ്ലേസിയർ ക്രിയേറ്റ് യു ഷേപ്പ്ഡ് വാല്യൂസ്. സ്മോളർ ട്രിബ്യൂട്ടറീസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെയിൻ ഗ്ലേഷ്യൽ വാല്യൂനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെ അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കി നിർത്തുന്നത് പോലെ, ഹാങ്ങിങ് എന്ന് പറയുന്ന ഹാങ്ങിങ് ബ്രിഡ്ജസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഇങ്ങനെ ഇത് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഇത് ശരിയാണെന്നുള്ളത് നമ്മൾ നോക്കി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ആണ്. അപ്പോൾ റിവേഴ്സ് നമുക്കറിയാം. ഇപ്പോൾ ഗംഗ, ബ്രഹ്മപുത്ര, ഡെൽറ്റ എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിലുള്ളതാണ്. അതായത് ഈ ഒഴുകി വരുന്ന റിവേഴ്സ്, ഇത് കൊണ്ടുവരുന്ന സെഡിമെൻസിനെ എല്ലാം കൂടി എന്ത് ചെയ്യാറുണ്ട്? ലാസ്റ്റ് ഇത് എന്ത് ചെയ്യാറുണ്ട്? എവിടെയെങ്കിലും കൊണ്ടെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അത് എന്ത് ചെയ്യാറുണ്ട്? ദ റിവേഴ്സ് ഡിപ്പോസ് സെഡിമെൻറ്റ്സ് അറ്റ് ദെയർ മൗത്ത്, അവരുടെ മൗത്ത് റീജിയനിൽ എത്തുമ്പോൾ ഇവർ എന്ത് ചെയ്യാറുണ്ട്? ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അതിനാണ് ഡെൽറ്റാസ് എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ഡെൽറ്റ ഒരു ഷേപ്പിലൊക്കെ അത് എന്ത് ചെയ്യും? ഡിപ്പോസിറ്റ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതിനെയാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. അതും ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നമുക്ക് തന്നെയുണ്ട്, ഗംഗ, ബ്രഹ്മപുത്ര, ഡെൽറ്റ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതും ശരി തന്നെയാണ്. ഇനി വിൻഡുമായി ബന്ധപ്പെട്ടാണെങ്കിൽ വിൻഡിനും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡെസേർട്ടിൽ ഈ കാറ്റടിക്കുമ്പോൾ ഒരു ലാൻഡ് ഫോം ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അതാണ് ബർക്കൻസ് എന്ന് പറയുന്നത്. ഒരു ക്രസൻറ്റ് ഷേപ്പ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസ് ആണ്. നോക്കിക്കേ, ക്രസൻറ്റ് ഷേപ്പ് ആയിട്ടുള്ള സാൻഡ് ഡ്യൂൺസ് ആണ് ബർക്കൻസ് എന്ന് പറയുന്നത്. അതും കറക്റ്റാണ്. അപ്പോൾ ആ ഒരു 3 എണ്ണവും കറക്റ്റാണ്. അതുകൊണ്ടാണ് അത് ആൻസർ ഡി വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ഫ്ലഡ് ദ റിവർ സ്പ്രെഡ് ഔട്ട് ഓൺ എയ്തർ സൈഡ് ആൻഡ് ലോഡ് ഇസ് ഡിപ്പോസിറ്റഡ് എലോങ് ദ എഡ്ജസ് ഓഫ് ദ ചാനൽ ആൻഡ് ദീസ് റേസ്ഡ് എംബാങ്ക്മെന്റ്സ് ആർ കാൾഡ്. അപ്പോൾ ഇങ്ങനെ ഒരു എംബാങ്ക്മെൻറ്റ്, അതായത് ഫ്ലഡ് സമയത്ത്, പ്രളയ സമയത്തൊക്കെ എന്ത് ചെയ്യാറുണ്ട്? റിവർ അതിൻ്റെ എയ്തർ സൈഡിലും ഇത് എന്ത് ചെയ്യാറുണ്ട്? സ്പ്രെഡ് ചെയ്ത് പോകും അല്ലേ. ആ ഒരു റിവർ എന്ത് ചെയ്യും? 2 സൈഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോകും. ഫ്ലഡ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാലോ, നമ്മൾ ഫ്ലഡൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്ത് റിവർ കരകവിഞ്ഞ് കയറും. ഇത് ആൻഡ് ദ ലോഡ് ഈസ് ഡിപ്പോസിറ്റ് അലോങ് ദ എഡ്ജ് ഓഫ് ദ ചാനൽ. ആ ചാനലിൻ്റെ എഡ്ജസിലേക്ക് ഇത് എന്ത് ചെയ്യും? ഒരു എംബാങ്ക്മെൻറ്റ് പോലെ, ഒരു റേസ്ഡ് ആയിട്ടുള്ള എംബാങ്ക്മെൻറ്റ് പോലെ ചെയ്യാറുണ്ട്. അതിൻ്റെ ആ ഒരു ലാൻഡ് ഫോമിൻ്റെ പേരെന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ റിവറുമായി ബന്ധപ്പെട്ട ലാൻഡ് ഫോംസ്, അതായത് റിവറിൻ്റെ ഡിപ്പോസിഷൻ ലാൻഡ് ഫോംസിലാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ലെവീസ് ആണ്. അതായത് നാച്ചുറൽ ലെവീസും ഉണ്ട്, സാധാരണ നമ്മൾ നാച്ചുറലായിട്ട് കാണപ്പെടുന്ന ലെവീസും ഉണ്ട്, പിന്നെ നമ്മൾ അല്ലാതെ ഈ എഞ്ചിനീയേഴ്സ് ഒക്കെ ചെയ്യാറുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലെവീസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ലെവീസ് ആണ്, നാച്ചുറൽ ലെവീസ് ആണ്. ഈ ലെവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവീസ് ആർ നാച്ചുറൽ റേസ്ഡ് എംബാങ്ക്മെന്റ്സ് ഫോംഡ് എലോങ് ദ റിവർ ബാങ്ക്. റിവറിൻ്റെ ബാങ്കിൽ ഒരു നാച്ചുറലായിട്ട് ഇങ്ങനെ ഒരു തിട്ട പോലെ ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതാണ്. അതിൻ്റെ രണ്ട് സൈഡിൽ ബാങ്കുകളിലായിട്ട് ഇങ്ങനെ പൊങ്ങിപ്പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലെവീസ് എന്ന് പറയുന്നത്. ഡ്യൂറിംഗ് ഫ്ലഡ് ദ റിവർ ഓവർഫ്ലോ ദ ക്വയാസർ സെഡിമെന്റ്സ് ആർ ഡിപ്പോസിറ്റ് ക്ലോസ് ടു ദ ചാനൽ ബിൽഡിംഗ് അപ്പ് ദീസ് റിഡ്ജസ്. അതായത് ഈ പ്രളയം നടക്കുന്ന സമയത്ത് ഇവരിലുണ്ടാകുന്ന വളരെ ക്വയസറായിട്ടുള്ള സെഡിമെന്റ്സ് എന്ത് ചെയ്യുന്നത്? റിവറിലുള്ള സെഡിമെന്റ്സ് എല്ലാം ഇവരെന്ത് ചെയ്യും? ഈ 2 കരകളിലും അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള കരകളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു റിഡ്ജസ് പോലെ ക്രിയേറ്റ് ചെയ്യപ്പെടും. മനസ്സിലായി? അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ റിപ്പീറ്റഡ് ഫ്ലഡിങ് എന്ത് ചെയ്യാറുണ്ട്? ഈ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രളയം വരുമ്പോഴത്തേക്കും ഈ ലെവീസ് എന്ത് ചെയ്യും? ഹയർ ആൻഡ് സ്ട്രോങ്ങർ ആകാറുണ്ട്, അല്ലെ വളരെ ശക്തി പ്രാപിക്കാറുണ്ട്, കുറച്ചുകൂടെ പൊങ്ങി പോവുകയാണ് ചെയ്യുന്നത്. ശരിക്കും ഇത് റിവറിന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കൺഫൈൻഡ് ആയിട്ടുള്ളൊരു പാതയെ കൂടി റിവറിന് ഒഴുകാൻ സമ്മതിക്കില്ല. ദേ ഹെൽപ്പ് കൺഫൈൻ ദ റിവർ വിത്തിൻ ദി ചാനൽ ഡ്യൂറിങ് ദ നോർമൽ ഫ്ലോ. സാധാരണ ഫ്ലഡ് സമയത്തല്ല, നോർമൽ അതിൻ്റെ ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് പ്രത്യേക ഒരു ചാനൽ കൂടിയല്ലേ കൺഫൈൻ ചെയ്ത് ഒരു വഴിയിൽ കൂടി അതിന് പോകാനായിട്ട്. ഇത് കാര്യം 2 സൈഡിൽ ഇവരിങ്ങനെ നിൽക്കുന്നതുകൊണ്ട് മര്യാദയ്ക്ക് അങ്ങ് നേരെ ഒഴുകി പോകാൻ ഈ റിവറിന് അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതാണ് ലെവീസ് എന്ന് പറയുന്നത്.
ഇത് നോക്കിക്കേ, ഈ റിവറിൻ്റെ ചാനൽ റിവർ ഇങ്ങനെ ഒഴുകുകയാണ്. ഈ 2 തിട്ട കണ്ടോ, അതായത് ഫ്ലഡ് കഴിയുമ്പോൾ ഇവരുടെ ക്വയാസറായിട്ടുള്ള സെഡിമെൻറ്റ്സ് 2 സൈഡിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഒരു തിട്ട പോലെ, അതായത് എംബാങ്ക്മെൻറ്റ് പോലെ നിൽക്കുന്നത് കണ്ടോ, ഇതാണ് ലെവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ ലെവീസ് കൊണ്ട് റിവറിന് എന്ത് ചെയ്യാൻ പറ്റും, മര്യാദയ്ക്ക് ഈ ഒരു ഇതിൽ കൂടി ഒഴുകി പോകാൻ പറ്റും. ഇതാണ് ലെവീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻസർ അത് ലെവീസ് തന്നെയാണ്. അപ്പോൾ ഇനി എന്താണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്? എന്താണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്? അതായത് വൈഡ് ഫ്ലാറ്റ് ഏരിയ ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് എ റിവർ ഫോംഡ് ബൈ ഫൈൻ സെഡിമെൻറ്റ് ഡിപ്പോസിറ്റ് ഉണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സെഡിമെൻസിൻ്റെ അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്ലഡ് നടക്കുമ്പോൾ, അല്ലേ, പ്രളയം നടക്കുമ്പോൾ ഈ സെഡിമെൻറ്റ്സ് എന്ത് ചെയ്യും, ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ റേസ്ഡ് ബാങ്കുകളല്ല, അങ്ങനെ പൊങ്ങിയല്ല, ഒരു എൻ്റയർ ഏരിയയിലേക്ക് അതങ്ങ് പടർന്നു. നമുക്ക് ലെവീസ് പോലെ എന്തല്ല, ഇങ്ങനെ പൊങ്ങി ഒരു ഇതുപോലെ പോകുന്നില്ല, എംബാങ്ക്മെൻറ്റ് പോലെ പോകുന്നില്ല, റേസ് ആയിട്ട് പൊങ്ങി നിൽക്കുന്നില്ല, അതങ്ങ് സ്പ്രെഡായിട്ട് കിടക്കും. അതാണ് ഫ്ലഡ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്? ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രസൻറ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള, അല്ലേ, ക്രസൻറ്റ് ഷേപ്പ്ഡ് ആയിട്ടുള്ള തടാകമാണ് ഓക്സ്ബോ. നോക്കിയേ, പിക്ചർ നോക്കിയേ, അതായത് ഈ ഇങ്ങനെ ഇത് കണ്ടോ, ക്രസൻറ്റ് ഷേപ്പിലുള്ള, നമ്മൾ ബർക്കൻസ് പറഞ്ഞതുപോലെ ക്രസൻറ്റ് ഷേപ്പിലായിട്ടുള്ളൊരു തടാകമാണ് ഇതെന്ന് പറയുന്നത് ഓസ്ബോ ലേക്ക് എന്ന് പറഞ്ഞാൽ. ഈ ഓസ്ബോ ലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ റിവേഴ്സ് എന്ത് ചെയ്യും എന്നറിയാമോ, ലാർജ് ആയിട്ടുള്ള റിവേഴ്സ് ഇങ്ങനെ കുറേ കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ സെഡിമെൻറ്റ്സ് ഒക്കെ പോകുമ്പോൾ ഭാവം തളർന്നു പോകും. അപ്പോൾ എന്ത് ചെയ്യും, വളഞ്ഞ് ഒഴുകാൻ തുടങ്ങും, അല്ലേ, ബെൻഡ് ചെയ്ത് കർവ് ചെയ്ത് റിവർ ചാനൽ ഇങ്ങനെ. അപ്പോൾ ഫോംഡ് ബൈ, അതായത് ലാറ്ററൽ ഇറോഷനും സെഡിമെൻറ്റ് ഡിപ്പോസിഷനും ഒക്കെ നടക്കുന്നുണ്ട്. ഞാൻ നോക്കിക്കേ, ഈ റിവർ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ഡിപ്പോസിഷനൊക്കെ നടന്ന് വരുമ്പോഴത്തേക്കും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് ഇതിൽ നിന്ന് വിട്ടുപോകും, അതിൻ്റെ മെയിൻ സ്ട്രീമിൽ നിന്ന് വിട്ടുപോകും. അതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്, ഓസ്ബോ ലേക്ക് എന്ന് പറയുന്നത്. അതാണ് ഓസ്ബോ ലേക്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ക്രസൻറ്റ് ഷേപ്പ്ഡ് ലേക്ക് ഫോംഡ് വെൻ എ റിവർ മിയാൻഡർ ലൂപ്പ് ഗെറ്റ്സ് കട്ട് ഓഫ് ക്രിയേറ്റഡ് ബൈ ഇറോഷൻ ആൻഡ് ഡിപ്പോസിഷൻ, നോട്ട് ബൈ ഫ്ലഡ് ഡിപ്പോസിഷൻ എലോങ് ചാനൽ. അത് ഫ്ലഡ് ഡിപ്പോസിഷൻ വഴിയൊന്നുമല്ല, ഇറോഷനും ഡിപ്പോസിഷൻ അല്ലാതെയുള്ള ഇറോഷനും ഡിപ്പോസിഷൻ വഴി നടക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, ഓക്സ്ബോ ലേക്ക് എന്ന് പറയുന്നത്. ഇനി എന്താണ് മിയാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ലൂപ്പ്, അതായത് ലൂപ്സ് എന്താണ് മിയാൻഡേഴ്സ് എന്നുള്ളതും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ലാൻഡ് ഫോമാണ് ഏതെന്ന് പറയുന്നത്, മിയാൻഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നമ്മുടെ വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് 9 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് കാണാം. താങ്ക്